ഞാൻ ഒരു കഥ പറയട്ടെ. പെസഹ വ്യാഴം വിശുദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒരു സ്മരണ ദിനം. ആ ദിനത്തിൻ്റെ ആത്മാവിനെ സ്പർശിക്കുന്ന ഒരു കഥ തന്നെ നമുക്ക് പറയാം. അവസാന അത്താഴത്തിൻ്റെ നിഴൽ. പച്ചപ്പും നന്മയും നിറഞ്ഞ ഒരു ചെറു ഗ്രാമം. ആ നാട്ടിൽ മരിയം എന്ന ഒരു വയോധികയും അവരുടെ കൊച്ചുമകൻ ജോയിയും ജീവിച്ചിരുന്നു. ജോയിക്ക് 10 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. പക്ഷേ അവൻ്റെ മനസ്സ് വലിയവരുടേതുപോലെ ദയയും സ്നേഹവും നിറഞ്ഞതായിരുന്നു. പെസഹ വ്യാഴം അടുത്തെത്തി. ഓരോ വീട്ടിലും അപ്പവും പാലും തയ്യാറാക്കാനുള്ള തിരക്കിലായിരുന്നു. മരിയം തൻ്റെ പഴയ മൺചട്ടിയും ചെറിയ അടുപ്പും എടുത്തു ജോയിയോട് പറഞ്ഞു, ജോയി, ഇന്ന് നമ്മൾ പെസഹ അപ്പം ഉണ്ടാക്കണം. യേശുവിൻ്റെ അവസാന അത്താഴത്തിൻ്റെ ഓർമ്മയ്ക്കായി, മരിയം പറഞ്ഞു. ജോയിയുടെ കണ്ണുകളിൽ കൗതുകം തെളിഞ്ഞു. അമ്മച്ചി, യേശു എന്തിന് അവസാന അത്താഴം കഴിച്ചു? മരിയം ചിരിച്ചു. അത് സ്നേഹത്തിൻ്റെ അത്താഴമായിരുന്നു മകനെ. ശിഷ്യന്മാരോടൊപ്പം യേശു പങ്കിട്ട അവസാന ഭക്ഷണം. അവിടെ യേശു നമ്മെ പഠിപ്പിച്ചത് ഒരേ ഒരു കാര്യം: പരസ്പരം സ്നേഹിക്കുക. ജോയി ആ വാക്കുകൾ മനസ്സിൽ പതിപ്പിച്ചു. അവർ അപ്പമുണ്ടാക്കാൻ തുടങ്ങി. അരി അരച്ച് ചട്ടിയിലൊഴിച്ചു. തീയുടെ മീതെ ചുട്ടെടുക്കുമ്പോൾ വീട്ടിൽ ഒരു വിശുദ്ധമായ നിശബ്ദത നിറഞ്ഞു. മരിയം ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ അപ്പമുണ്ടാക്കുമ്പോൾ നമ്മുടെ ഹൃദയം ശുദ്ധമായിരിക്കണമെന്ന് മരിയം ജോയിയോട് പറഞ്ഞു. അപ്പവും പാലും തയ്യാറായി. അവർ അതെല്ലാം എടുത്തുവെച്ച് പ്രാർത്ഥന തുടങ്ങി. അപ്പോഴാണ് വാതിൽക്കൽ ഒരു ശബ്ദം കേട്ടത്. അമ്മേ, കുറച്ച് ഭക്ഷണം കിട്ടുമോ? ജോയി വാതിൽ തുറന്ന്. പുറത്ത് ഒരു വയോധികനായ ഒരു ഭിക്ഷക്കാരൻ വന്നു നിൽക്കുന്നു. അയാളുടെ കണ്ണുകളിൽ ക്ഷീണം, വയറ്റിൽ വിശപ്പ്. ജോയി അകത്തേക്ക് ഓടി. അമ്മച്ചി, ഒരപ്പച്ചൻ ഭക്ഷണം ചോദിക്കുന്നു. മരിയം ഒരു നിമിഷം മിണ്ടാതിരുന്നു. വീട്ടിലുണ്ടായിരുന്നത് വളരെ കുറവ്. അവരുടെ അപ്പം തന്നെ അവർക്ക് പോരാത്തതായിരുന്നു. എങ്കിലും അവൾ സാവധാനം പറഞ്ഞു, ജോയി, യേശു നമ്മളോട് എന്താണ് പഠിപ്പിച്ചത്? ജോയി തലകുനിച്ചു. സ്നേഹിക്കുക, പങ്കിടുക എന്ന് മരിയം ചിരിച്ചുകൊണ്ട് ജോയിക്ക് പറഞ്ഞു കൊടുത്തു. ജോയിയോട് എന്നിട്ട് അപ്പം എടുത്തിട്ട് വരാൻ പറഞ്ഞു. ജോയി തൻ്റെ കൈകളിൽ അപ്പം എടുത്തു. അവൻ ഭിക്ഷക്കാരന് മുന്നിൽ കൊടുത്തു. ഇത് ഞങ്ങൾക്കുള്ളത്, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തോളൂ. ആ മനുഷ്യൻ്റെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു. രാത്രി ജോയിക്ക് ഉറക്കം വരാതെ കിടന്നു. അമ്മച്ചി, നമ്മൾ അപ്പം കൊടുത്തതുകൊണ്ട് നമുക്ക് ഭക്ഷണമില്ലാതായി അല്ലേ? മരിയം അവൻ്റെ തല തഴുകി. മകനെ, യേശു തൻ്റെ ജീവിതം പോലും നമ്മൾക്കായി തന്നു. നാം കൊടുത്തത് ചെറിയൊരു അപ്പം മാത്രം. പക്ഷേ അത് സ്നേഹത്തോടെ കൊടുത്തതാണ്. അതാണ് അത് പ്രധാനം. അടുത്ത ദിവസം രാവിലെ വാതിൽക്കൽ ഒരു ചെറിയ ചട്ടിയും ഒരു കുപ്പി പാലും ആരോ വെച്ച് പോയിരുന്നു. ജോയി അതിശയിച്ചു. അമ്മച്ചി, ഇതാരാ വെച്ചത്? മരിയം ആകാശത്തേക്ക് നോക്കി ചിരിച്ചു. സ്നേഹം ഒരിക്കലും നഷ്ടമാകില്ല മകനെ, അത് തിരിച്ചു വരും. ദൈവത്തിൻ്റെ വഴികളിലൂടെ ജോയിയുടെ മനസ്സിൽ ആ ദിവസം ഒരു വലിയ പാഠമായി മാറി. പെസഹ അപ്പം വെറും ഭക്ഷണമല്ല, അത് സ്നേഹത്തിൻ്റെ പങ്കിടലാണ്. അവസാന അത്താഴം വെറും ഒരു ഓർമ്മയല്ല, അത് ഇന്നും ജീവിക്കുന്ന ഒരു സന്ദേശമാണ്. ഓക്കെ, ബൈ.